ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഏത് മാധ്യമം എടുത്തു നോക്കിയാലും അതിനകത്ത് സുവിശേഷ പ്രസംഗങ്ങൾ, പാട്ടുകൾ, ചർച്ചകൾ, പഠന വിഷയമാകുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ദീർഘനാളുകളായി നിങ്ങൾ സുവിശേഷ വേലയിലായിരിക്കാം. ഒരുപക്ഷെ ശക്തമായി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ കൃപ നൽകുന്നുമുണ്ടാകാം. ഞാൻ ഇതേ ചെയ്യൂ എന്ന് വാശി പിടിക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മെ എന്തേൽപ്പിക്കുന്നുവോ അത് ചെയ്യാൻ മാത്രമേ നമുക്ക് അനുവാദവും ഉള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ആശയവിനിമയം ചെയ്തു വരുമ്പോഴായിരിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് ആ മനുഷ്യനോട് സുവിശേഷം പറയണം. സ്തോത്രം. അതിന് നിങ്ങളൊരു സുവിശേഷ വേലക്കാരനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ആരോടും പങ്കുവെക്കാൻ കഴിയും. ആ ഒരു പരിപാടിയുടെ പേരാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് പല മുഖങ്ങളുണ്ട്. അതിനകത്ത് പല സ്തോത്രം വകുപ്പുകൾ എന്ന് വേണം നമുക്ക് പറയാം. അതിലൊന്നാണ് സഭാ ശുശ്രൂഷ, അതിലൊന്നാണ് സുവിശേഷകൻ, അതിലൊന്നാണ് പ്രവാചക ശുശ്രൂഷ, അതിലൊന്നാണ് അപ്പോസ്തല ശുശ്രൂഷ, മറ്റൊന്നാണ് ഇടയ ശുശ്രൂഷ. 5-fold മിനിസ്ട്രിയാണ് നടക്കുന്നത്. സുവിശേഷകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇച്ചീച്ചി പോലെയായി ഇന്നത്തെ കാലത്തല്ലേ. സ്തോത്രം. അത് വളരെ ഒരു വില കുറഞ്ഞ പരിപാടിയായിട്ട് ഇവാഞ്ചലിസ്റ്റ്, അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റാണ്. സ്തോത്രം. ചില ശുശ്രൂഷകന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് സ്വയാനുസ്വ പ്രാർത്ഥിക്കും. 10 പാസ്റ്റേഴ്സ് കൂടുന്ന ഒരു മീറ്റിങ്ങില് ഒരു സുവിശേഷകരുണ്ടെ പറയും, ആദ്യം ഇവാഞ്ചലിസ്റ്റ് പ്രാർത്ഥിക്കും, പിന്നെ പാസ്റ്റർ. അതിനകത്തെ ആശയവും ടോണും അതിനകത്തെ ചിന്തയും മറ്റൊന്നാണ്. എന്നാൽ ഈ സഭാ ശുശ്രൂഷകനേക്കാളും ഉയർച്ചയിൽ അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനാണ് സുവിശേഷ വേല എന്നുള്ളത്. സുവിശേഷ വേലക്കാരൻ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ്. അത് ഞാൻ പറഞ്ഞേ പറ്റൂ, കാരണം ബൈബിളിനകത്ത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. എന്റെ പ്രിയരെ, അതുകൊണ്ട് സഭാ ശുശ്രൂഷ ഒട്ടും മോശമുള്ള കാര്യമൊന്നുമല്ല. സ്തോത്രം. ഒരിടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് മോശമുള്ള കാര്യമല്ല, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാ ശുശ്രൂഷയും എല്ലാവർക്കും ചെയ്യാൻ ദൈവം കൃപ കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നതേ ഉള്ളൂ. ഫിലിപ്പോസ് എന്നൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. സ്തോത്രം. നടന്ന സുവിശേഷ വേല ചെയ്ത ഫിലിപ്പോസ് ഓടുന്ന സുവിശേഷ വേലക്കാരനായി മാറിയ ഫിലിപ്പോസ് പറക്കുന്ന സുവിശേഷ വേലക്കാരനായി മാറി. സംഭവം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ സമയം കിട്ടും വായിച്ചാൽ മതി. ഫിലിപ്പോസിന്റെ ചരിത്രം പറയുന്നത്, ഫിലിപ്പോസിനെ കുറിച്ച് സംസാരിച്ചാൽ ഒരു യോഗ്യതയില്ലാതെ ആർക്കും അറിയാതെ കിടന്ന, ഒരു മനുഷ്യൻ പോലും പരിചയമില്ലാതെ കിടന്ന ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പോസ്. പക്ഷെ ഫിലിപ്പോസിനെ ദൈവം സുവിശേഷ ഘോഷണത്തിൽ ഒരു ശക്തനായ ശുശ്രൂഷകനായി മാറ്റി. സ്തോത്രം. എന്റെ പ്രിയരെ, ഞാനിത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഒരു മനുഷ്യനും അറിയത്തില്ലെന്നായിരിക്കാം നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ലോകം നിങ്ങളെ അറിയും, യേശുവിനെ അറിയുന്നത് പോലെ തന്നെ. യേശുവിലൂടെയുള്ള ഒരു പബ്ലിസിറ്റിയെ നമുക്കുള്ളൂ, അല്ലാതെ നമുക്കാരും പബ്ലിസിറ്റി കൊടുക്കാറില്ല. നമുക്ക് നമ്മളെ തന്നെ ഉയർത്താൻ പറ്റത്തില്ല. പക്ഷെ യേശുവിനെ നിങ്ങൾ പ്രസംഗിച്ചാൽ ലോകം നിങ്ങളെ അറിയും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏത് ശുശ്രൂഷയാണോ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ചെറിയ ശുശ്രൂഷ എന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ ഏൽപ്പിച്ചത് ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അല്ല. അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഒരു മനുഷ്യനുമല്ല. സ്തോത്രം. ദൈവം നിങ്ങൾ കൊള്ളാമെന്ന് കണ്ട്, നല്ലത് എന്ന് കണ്ട് ദൈവം നിങ്ങൾക്ക് ആ ശുശ്രൂഷ നൽകിയതാണ്. സ്തോത്രം. ഫിലിപ്പോസിന് അതുകൊണ്ട് ഒരു അഡ്രസ്സിന്റെ ആവശ്യം വന്നില്ല. ഫിലിപ്പോസിനെ കുറിച്ച് ഇതാണ്ട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയരെ, അതുകൊണ്ട്
ദൈവം ഏത് ശുശ്രൂഷയാണോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ശുശ്രൂഷയുടെ വില കുറച്ച് കാണാതെ അത് മഹത്തരമായി കാണണം. സ്തോത്രം. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ വില കുറച്ച് കണ്ടെന്ന് വന്നേക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വില കുറച്ച് കണ്ടെന്ന് വന്നേക്കാം. പക്ഷേ ദൈവത്തിന് നിങ്ങൾ മാന്യനും യോഗ്യനും ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എത്രയോ പ്രഭാഷണങ്ങൾ നിങ്ങൾ നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അത്ര പ്രസംഗിച്ച ആരെങ്കിലും ഈ കേരളത്തിൽ കാണുമോ? 20 വർഷം 30 വർഷമായി പ്രസംഗിക്കുന്നു. നിങ്ങൾ കൺവെൻഷന് പ്രസംഗിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു ദിവസം പരസ്യത്തിന് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് നോക്കി. സ്തോത്രം. നിത്യം പരസ്യവും പ്രസംഗിക്കുന്ന ആളുകൾ എനിക്കറിയാം. നിത്യം പരസ്യവും പ്രസംഗിക്കുന്ന ആളുകൾ കുറഞ്ഞത് ഒരു ദിവസം ഒരു 10 പ്രസംഗം കൂട്ടിക്കും. അവരുടെ 10 പ്രസംഗം കൂട്ടിക്കും. ഒരു വർഷത്തിൽ അവർ എത്ര ദിവസം പ്രസംഗിക്കുന്നുണ്ട്? ഞായറാഴ്ച ആരാധന ദിവസമാണ്, എന്നാലും ആരാധന കഴിഞ്ഞിട്ട് ഒരു പ്രസംഗിക്കാൻ പോവാ. ഒരു വർഷം കുറഞ്ഞത് സ്തോത്രം എത്രയാ എണ്ണാൻ പറ്റുന്നുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ 20 വർഷമായി 30 വർഷമായി പ്രസംഗിക്കുന്ന ദേവദാസന്മാർ, എന്റെ പ്രിയരെ, നിങ്ങളുടെയൊക്കെ പ്രസംഗത്തിന് പ്ലാറ്റ്ഫോം ഇല്ല, അത് ശരിയാ. നിങ്ങളുടെ പ്രസംഗത്തിന് മുമ്പിൽ നിന്ന് സ്തോത്രം പറയാൻ ആരുമില്ല. നിങ്ങളുടെ പ്രസംഗത്തിന് സ്തോത്രം സ്റ്റേജ് ഇല്ല. ആകെ ഉള്ളത് ഒരു കോഡ്ലെസിന്റെ ചെറിയ മൈക്രോഫോൺ, ഒരു ചെറിയ സ്പീക്കർ. എല്ലാം കൂടെ കൂട്ടിപ്പോയാൽ 100 വാട്ട്സ് കാണും, അല്ലെങ്കിൽ 50 വാട്ട്സ് കാണും, ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെട്ട വാട്ട്സ് ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾ പ്രസംഗിച്ചു, എത്രയോ ആളുകൾ സുവിശേഷം കേട്ടു. നിങ്ങൾ ചെയ്യുന്നത് ചെറിയ ശുശ്രൂഷ അല്ല പ്രിയരെ. ഞാനീ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മഹത്തരമായ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത്. ഞാനിത് പ്രസംഗിക്കുന്നു. എന്റെ ഈ പ്രഭാഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. ദിവസം പ്രതി രാവിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. രാവിലെ, എല്ലാ ദിവസവും രാവിലെ. സ്തോത്രം. എത്രയോ പ്രഭാഷണങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു കൺവെൻഷന് പ്രസംഗിച്ചാൽ കൂടിപ്പോയാൽ എത്ര പേരുണ്ടാവും? കൂടിപ്പോയാൽ 1000 പേര്, അല്ലെങ്കിൽ 2000 പേര്, അല്ലെ പോട്ടെ 10000 പേരായിക്കോട്ടെ, ഇല്ല പോട്ടെ ഒരു 50000 പേരായിക്കോട്ടെ. പക്ഷെ ഞാനും നിങ്ങളും രാവിലെ ഒരു മൊബൈലിനകത്ത് ഒരു 5 മിനിറ്റ് സന്ദേശം കൈമാറിയാൽ അതെത്തുന്നത് 10000 പേർക്കല്ല, 50000 പേർക്കല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ അടുക്കലേക്ക് രാവിലെ നിങ്ങൾ നേരിട്ട് എന്ന് സംസാരിക്കുക. ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഒത്തിരി കോളുകൾ വരാറുണ്ട്. അവർക്കൊന്നും ഞാൻ നേരിട്ട് അയക്കാറില്ല. അവർ പറയുന്ന പാസ്റ്റർ ഞങ്ങൾക്ക് എവിടുന്നോ ഏതോ ഗ്രൂപ്പിൽ കൂടെ വരുന്ന എത്രയോ ആളുകൾ എന്നെ വിളിക്കുന്നു, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കുന്നു. അവർക്ക് പ്രയോജനമായി തീരുന്നു സന്ദേശങ്ങൾ. എന്റെ പ്രിയരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ മൊബൈല്, ഒരു 5 മിനിറ്റ് ഒരു സന്ദേശം പ്രാർത്ഥിച്ച്, ദൈവസന്നിധി ഉപസിച്ച് പ്രാർത്ഥിച്ച് ഇട്ടുകൂടെ? ഞാൻ എല്ലാ ദിവസവും രാവിലെ റെക്കോർഡ് ചെയ്യുന്നു. സ്തോത്രം. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ദൈവം ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവുക. ആ കെട്ടുന്ന പകൽക്കാലം പൊട്ടിമാറും. കണ്ണുകടച്ചു. നല്ല ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, അവരുടെ പുത്രൻ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ വാത്സല്യമുള്ള സഹോദരൻ സഹോദരിക്ക്, ഈ കുഞ്ഞിന്, ഈ മാതാവിന് സുവിശേഷയിൽ വേലയിൽ കർത്താവ് ശക്തമായി മുമ്പോട്ട് പോകുന്ന ഈ ദൈവദാസനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ശക്തമായി ഉപയോഗിക്കണമേ. നിരാശകൾ മാറട്ടെ കർത്താവേ. ആമേൻ. സ്തോത്രം. ഉത്സാഹക്കുറവുകളൊക്കെ മാറട്ടെ. വരും ദിവസങ്ങൾ ശക്തമായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം ഒരുക്കി കൊടുക്കണമേ. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കൃപ പകരണം. പ്രാർത്ഥനയുടെ നന്ദി യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രിയരെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ അതിന് വില തട്ട് വെച്ച് ചിലപ്പോൾ അതിനെ കടന്നു വന്നേക്കാം. പക്ഷേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി മുകളിൽ നിന്നാണ് വരേണ്ടത്. അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.